അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 ഈ മാസം 19-ാം തീയതി നടക്കുന്നു. പല ആളുകളും ചോദിക്കുന്നുണ്ട് ഈ വർഷം ക്ലാസ്സുകളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊട്ടും താമസിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇനി എല്ലാ ദിവസവും 1-2 ആയിട്ട് ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സിൻ്റെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് നേരെ 3-ാം ക്ലാസ്സിൻ്റെ സ്കൂൾ പാഠഭാഗത്തിലെ 31-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സ്കൂൾ പാഠഭാഗങ്ങളാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. പല ആളുകളും അതാണ് താല്പര്യപ്പെടുന്നത്. മദ്രസ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് സ്കൂളാണ് നമ്മൾ പ്രത്യേകം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നമുക്ക് 31-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? ഒരു ചെടിയുടെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ ചോദ്യമാണ്. ഒരു ചെടി, ആ ചെടി കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് വരും ചെടിയിൽ എന്തൊക്കെയുണ്ടാവും. നമുക്കറിയാം, റൂട്ട്, വേരുണ്ടാവും അല്ലേ, പിന്നെ സ്റ്റെമ്മ്, തണ്ടുണ്ടാവും, അതുപോലെ ലീഫ്, ഇല ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും. പൊതുവേ ആദ്യം പറഞ്ഞ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്ന് പറഞ്ഞാൽ വേര്, തണ്ട്, ഇല. പിന്നെ തണ്ടിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് പിന്നെ ഫ്ലവർ രൂപപ്പെടും അല്ലേ. ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാനില്ല. ഇലയാണ് സസ്യങ്ങളുടെ അടുക്കള എന്ന് എല്ലാവർക്കും അറിയാം. ഭക്ഷണ നിർമ്മാണമൊക്കെ നടക്കുന്ന ഇലകളിൽ വെച്ചാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിശദീകരണം കൂടുതൽ ആവശ്യമുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. 32-ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു വി നീഡ് ടു ഡ്രിങ്ക് ക്ലീൻ വാട്ടർ? ശുദ്ധമായ വെള്ളം കുടിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കണം എന്ന് പറയാൻ കാരണം? അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ടു സ്റ്റേ ഹെൽത്തി, ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാനും, അവോയ്ഡ് ഡിസീസസ്, അസുഖങ്ങൾ, രോഗങ്ങളൊക്കെ ഒഴിവാക്കാനാണ്. നമുക്ക് മറ്റു ഓപ്ഷനെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലേ. സാധാരണഗതിയിൽ ഈ ഒരു പോയിൻ്റ് നമ്മുടെ മനസ്സിൽ വേണം. എന്തിനാണ് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്നത്? ഒന്ന്, നമ്മൾ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ നിലനിൽക്കണം. അതുപോലെ തന്നെ ഈ അഴുക്ക് കലർന്ന വെള്ളങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും, വെള്ളത്തിലൂടെ പകരുന്ന പല അസുഖങ്ങളും വരും അല്ലേ. മഞ്ഞപ്പിത്തമൊക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ വെള്ളത്തിലൂടെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത്തരം അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനുമാണ് നമ്മൾ എന്താവുന്നത്, ശുദ്ധമായ വെള്ളം കുടിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇനി 33-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നെയിം എനി 3 ക്രിയേച്ചേഴ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന 3 ജീവികളുടെ പേരെഴുതുക. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി നമുക്കറിയാം, ബി ഓപ്ഷനാണ് ശരി അല്ലേ. ഫിഷ്, മത്സ്യം, വെള്ളത്തിൽ മാത്രമേ ജീവിക്കൂ. അതുപോലെ തന്നെ ഡോൾഫിൻ, അതുപോലെ വെയിൽ, തിമിംഗലം. അപ്പോൾ നമുക്ക് നമ്മുടെ 3-ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ മരത്തിൽ ജീവിക്കുന്ന ജീവികൾ, പക്ഷികളൊക്കെ, ഇതൊക്കെ മരത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളാണ്. തവള പോലത്തെ ജീവി, തവള അല്ലേ, വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കുന്ന ജീവിയാണ്. ഉഭയജീവികൾ എന്ന് പറയും അത്തരം ജീവികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി 34-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട്സ് ഇൻ എ പ്ലാന്റ്? ഒരു സസ്യത്തിലെ വേരിൻ്റെ ധർമ്മം, വേരിൻ്റെ പണി അല്ലെങ്കിൽ വേരിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ്. വേര് എന്താണ് ഒരു സസ്യത്തിൽ ചെയ്യുന്നത്, വേരിൻ്റെ പ്രവർത്തനം അല്ലേ എന്താണെന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് ടു അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, പോഷകങ്ങളും എന്ത് ചെയ്യുക, ആഗിരണം ചെയ്യുക, വലിച്ചെടുക്കുക, അല്ലെങ്കിൽ ആഗിരണം ചെയ്യുക എന്നൊക്കെ പറയാം. അബ്സോർബ് പറഞ്ഞാൽ ആഗിരണം ചെയ്യുക, വലിച്ചെടുക്കുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഒരു വേരിൻ്റെ പണി. നമ്മൾ നേരത്തെ ഇലയിനെ കുറിച്ച് പറഞ്ഞു. ഇലയിലാണ് എന്ത് ചെയ്യുക, പ്രകാശ സംശ്ലേഷണത്തിലൂടെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിലൂടെ ആഹാരം നിർമ്മിക്കുന്നത്. അടുക്കള എന്നറിയപ്പെടുന്നത് ഇലയാണ്. എന്നാൽ വേര് ചെയ്യുന്നത് എന്താണ്, വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കലാണ്. ഇനി 35-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹു ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ? നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വരുന്നത് ആരാ? മഹാത്മാഗാന്ധി. ഇന്നിപ്പോൾ ഒക്ടോബർ 3, ഇന്നലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അഹിംസാ ദിനമാണ് ലോക അല്ലേ, അഹിംസാ ദിനം. അത് ഒക്ടോബർ 2ആണ്. ഗാന്ധിയുടെ ജയന്തി എന്നാണ് ഒക്ടോബർ 2. ഗാന്ധിജിയുടെ മരണം ജനുവരി 30 കേട്ടോ. മരണം ജനുവരി 30.
ഇനി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഈ അംബേദ്കറിൻ്റെ പ്രത്യേകത എന്താ? അംബേദ്കറാണ് നമ്മുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നേതാജി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇവിടുത്തെ ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവ് അത് മഹാത്മാഗാന്ധിയാണ് അല്ലേ? മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ബി ആർ അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. നമ്മൾ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? രാജേന്ദ്ര പ്രസാദാണ് ആദ്യത്തെ പ്രസിഡന്റ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബാക്കി നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് വിശദീകരിക്കാം. പറഞ്ഞ പോയിൻ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. 36ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള? കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിൻ്റെ ഹൈക്കോടതി കൊച്ചിയിലാണ്, എറണാകുളത്താണ് കൊച്ചി ഉള്ളത്. അവിടെയാണ് ഹൈക്കോർട്ട് ഉള്ളത്, കേരള ഹൈക്കോർട്ട്. എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ, ന്യൂഡൽഹി. കേരളത്തിൻ്റെത് തിരുവനന്തപുരം, ഇന്ത്യൻ്റെത് ന്യൂഡൽഹി കേട്ടോ. എന്നാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? 3ാം ക്ലാസ്സിലെ പിള്ളേർ നന്നായി മനസ്സിലാക്കി വെക്കുക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേട്ടോ, പിണറായി വിജയൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണറോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ഗവർണർ കേട്ടോ. ഇത്രയെങ്കിലും വിഷയങ്ങൾ ചുരുങ്ങിയത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ആരിഫ് മുഹമ്മദ് ഖാൻ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാ? അത് മയിലാണ്, പീകോക്ക്, മയിലാണ്. എന്നാൽ ഇനി ഇന്ത്യയുടെ ദേശീയ മൃഗം, നാഷണൽ ആനിമൽ അതേതാണ്? അത് ടൈഗറാണ്. ഏതാണ്? ടൈഗർ. നാഷണൽ ആനിമൽ ഏതാണ്? ടൈഗർ. എന്താണ്? കടുവ അല്ലേ? ടൈഗർ പറഞ്ഞാൽ കടുവ അല്ലേ? ആദ്യം സിംഹമായിരുന്നു കേട്ടോ, ആദ്യം സിംഹമായിരുന്നു. 1972 കാലഘട്ടത്തിലാണ് സിംഹം മാറി കടുവയായിട്ട്. എന്നാൽ ദേശീയ പക്ഷി പീകോക്ക്, മയിലാണ്. എന്നാൽ നാഷണൽ ട്രീ ഏതാ? ബനിയൻ ട്രീ. നമ്മൾ പേരാൽ എന്ന് പറയും. ഇനി അതും അറിയില്ലെങ്കിൽ ആൽ മരം എന്നെങ്കിലും ഓർത്ത് വെക്കുക. ആൽ കേട്ടോ, ആലാണ് നമ്മുടെ നാഷണൽ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? നാഷണൽ ബേർഡ് ഏതാണ്? പക്ഷി മയിൽ. നാഷണൽ ആനിമൽ ദേശീയ മൃഗം കടുവ. അതുപോലെ നാഷണൽ ട്രീ ആൽ. പേരാൽ എന്നായാൽ പരിപൂർണ്ണമായി പേരാലാണ് കേട്ടോ. ബനിയൻ ട്രീ എന്നും പറയും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഈസ് ദ നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പഴം ഏതാണ്? നാഷണൽ ഫ്രൂട്ട്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് നാഷണൽ പഴം? മാംഗോ. നാഷണൽ ഫ്രൂട്ട് ഏതാണ്? മാംഗോയാണ്. മാഞ്ചിഫറ ഇൻഡിക്കാണ് എന്നതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ദേശീയ പക്ഷി ഏതാണെന്ന് പറഞ്ഞു, മയിൽ. അതിൻ്റെ കൂട്ടത്തിൽ ദേശീയ മൃഗം കടുവയാണെന്നും പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നുകൂടെ പഠിച്ചല്ലോ, അതെന്തായിരുന്നു? നാഷണൽ ട്രീ, ദേശീയ വൃക്ഷം ആൽമരമാണെന്ന് പഠിച്ചു. ഇപ്പോൾ 39ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ നാഷണൽ ഫ്രൂട്ട് ദേശീയ ഫലം അത് മാങ്ങ അല്ലേ? മാംഗോ, മാമ്പഴം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? മാമ്പഴം.
ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ദേശീയ സ്പോർട്സ് കായികം അതേതാണ്? ഹോക്കിയാണ്. ഏതാണ്? ഹോക്കി. ഇനി നമുക്ക് ദേശീയ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ജനഗണമനയാണ്. അതുപോലെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 40ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വായിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, നാഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ക്യാപിറ്റൽ, ദേശീയ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ് അല്ലേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? PM, പ്രൈം മിനിസ്റ്റർ ആരാ? അത് നരേന്ദ്രമോദി അല്ലേ. നരേന്ദ്രമോദി എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി. എന്നാൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പുഷ്പം അതേതാണ്? താമരയാണ് അല്ലേ. താമര. അപ്പോൾ ദേശീയ പക്ഷി നമ്മൾ മയിൽ പഠിച്ചു, ദേശീയ മൃഗം കടുവ പഠിച്ചു, ദേശീയ ഗാനം ജനഗണമന പറഞ്ഞു, അതുപോലെ ദേശീയ ഗീതം വന്ദേ മാതരം പറഞ്ഞു, ദേശീയ കായിക വിനോദം ഹോക്കി പറഞ്ഞു, ദേശീയ വൃക്ഷം നാഷണൽ ട്രീ നമ്മൾ ആൽമരത്തിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം ആയി അല്ലേ, ഏകദേശമൊക്കെ ആയി. ഇനി നമുക്ക് 42ാമത്തെ ചോദ്യം നോക്കാം. ഹു ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഞാൻ നേരത്തെ ഇപ്പോൾ കുറച്ച് മുമ്പ് അല്ലേ, തൊട്ട് മുമ്പത്തെ ഈ ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? ദ്രൗപദി മുർമു. ഇവർ 15ാമത്തെ രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഏതാ? രാജേന്ദ്ര പ്രസാദ് അല്ലേ. അങ്ങനെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോൾ ദ്രൗപദി മുർമു. ഇതൊരു വനിതയാണ്. ഇതിന് മുമ്പ് ഒരു വനിത ഉണ്ടായിട്ടുണ്ട്, പ്രതിഭ പാട്ടീൽ. അപ്പോൾ 2ാമത്തെ വനിതയാണ് രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിതയാണ് ആരെന്നുള്ളത്? ദ്രൗപദി മുർമു എന്നുള്ളത് കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാ? ജഗദീപ് ധൻഖർ. ആരാണ്? ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് കേട്ടോ. ഇനി നമുക്ക് 43ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ബിഗ്? ബിഗ് എന്ന വാക്കിൻ്റെ എതിർപദം എന്ന് പറഞ്ഞാൽ ബിഗ് എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ്. അപ്പോൾ അതിന് നേരെ എതിരെന്താ വരിക? ചെറുതല്ലേ. അതേതാ? ചെറുത് വരുന്ന അർത്ഥം വരുന്ന ഏതാ? അത് സ്മോൾ എന്നാണ് അല്ലേ. സ്മോൾ. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത് എന്നല്ലേ. അത് നേരെ എതിരെന്ത് വരും? സ്മോൾ എന്ന് വരും. ഇനി 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ക്യാറ്റ്? ക്യാറ്റ് എന്ന പദത്തിൻ്റെ പ്ലൂറൽ ബഹുവചനം. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം. പൂച്ചകൾ എന്ന് ബഹുവചനം കിട്ടാൻ ഏത് പദം ഉപയോഗിക്കുക? ക്യാറ്റ്സ് എന്നാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. 45ാമത്തെ ചോദ്യം നോക്കൂ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ശരിയായി അക്ഷര മിസ്റ്റേക്ക് ഇല്ലാതെ ശരിയായി വന്ന സ്പെല്ലിംഗ് ഏതാണെന്നുള്ളതാണ്. ഹാപ്പി, സന്തോഷം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലോ പറയാം. HAPPY അല്ലേ. ഓക്കെ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഈസ് ദ സെൻറ്റൻസ് ഈസ് എ ക്വസ്റ്റ്യൻ? താഴെ കൊടുത്ത് 4 സെൻറ്റൻസ് ഉണ്ടല്ലേ, അതിലേതാണ് ചോദ്യമായി പറയാൻ പറ്റിയത് ഏതാണുള്ളത്? സി ആണല്ലേ. ആർ യു റെഡി? നീ റെഡിയാണോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആറ്. ഈ ആറ് അതുപോലെ ഈസ്, ഹാസ് അല്ലേ, ഇങ്ങനെ രൂപത്തിലുള്ള ഈ ഓക്സിലറി വെർബ് തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പൊതുവേ ചോദ്യമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ആയിരിക്കണം. വാട്ട്, വേറെ, വിച്ച്, വൈ എന്നുള്ള തുടങ്ങുന്നതാണെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ എന്താ ഓക്സിലറി വെർബായി 6 വന്നതുകൊണ്ട് അതെന്താണ്? ക്വസ്റ്റ്യനാണ് കേട്ടോ. ദ സൺ ഈസ് ബ്രൈറ്റ് എന്നുള്ളതൊക്കെ സാധാരണ സെൻറ്റൻസുകളാണ്, ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇനി 47ാമത്തെ ചോദ്യം നോക്കൂ. കുറച്ച് കണക്കിന് ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. വാട്ട് ഈസ് 15 - 3? 15ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 15ൽ നിന്ന് 3 കുറച്ചാൽ, 1 കുറച്ചാൽ 14ആയി, 2 കുറച്ചാൽ 13ആയി, 3 കുറച്ചാൽ 12ആയി അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയാണെങ്കിൽ ഇങ്ങനെ
എഴുതി നോക്കാം അല്ലേ. 15 കുറക്കണം 3, അങ്ങനെ കുറച്ചാൽ മതി. 5-ൽ നിന്ന് 3 പോയാൽ 2, പിന്നെ 1 ഇവിടെ നിന്നൊന്നും പോകണില്ലല്ലോ, അങ്ങനെ 12 ഇങ്ങനെ കിട്ടും കേട്ടോ. 5-ൽ നിന്ന് എന്ത് ചെയ്തു 3 പോയാൽ എത്ര വരും? 2 വരും. അങ്ങനെ എന്ത് ചെയ്യും? 12 വരും കേട്ടോ. അടുത്തെന്താ? വാട്ട് ഈസ് 2 + 5 - 4? എന്താ? 2 + 5 എത്ര? 5 2 കൂട്ടിയാൽ 7 വരും അല്ലേ. 7 കിട്ടും നമുക്ക്. പിന്നെ 7-ൽ നിന്ന് ഒരു 4 കുറച്ചാലോ? 7-ൽ നിന്ന് 4 പോയി അല്ലേ. അപ്പോൾ എത്ര വരും? പിന്നെ 3 ഉള്ളൂ ബാക്കി അല്ലേ. ഇങ്ങനെ വരും. ഇനി അപ്പോൾ ഉത്തരം 3. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അടുത്ത സംഖ്യ ഏതാണ്? എങ്ങനെ സംഖ്യൻ്റെ ഓർഡർ വരുന്നത്? ആദ്യം 10 വരുന്നു. ആദ്യം എന്ത് വരുന്നു? 10. ഫസ്റ്റ് 10 വന്നു അല്ലേ. 10. അത് കഴിഞ്ഞ് 2 കുറച്ചപ്പോൾ 8 പിന്നെ ആ 8-ൽ നിന്ന് വീണ്ടും 2 കുറച്ചപ്പോൾ 6 ഇനി 6-ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ പിന്നെ 4 ഉത്തരം കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഉത്തരം 4 വരും. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ആഫ്റ്റർ 29? 29-ന് ശേഷമുള്ള സംഖ്യ ഏതാണ്? 29-ന് ശേഷമുള്ള സംഖ്യ ഏതാ? 29-ന് ശേഷം പിന്നെ നേരെ 30 അല്ലേ. അപ്പോൾ 30 ഉത്തരം കേട്ടോ. ഉത്തരം വരിക. അപ്പോൾ ഇത്രയാണ് 3ാം ക്ലാസ്സിലെ സ്കൂൾ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ബാക്കി മറ്റു ക്ലാസ്സുകളും അതുപോലെ ഇതിൻ്റെ തന്നെ തുടർന്നുള്ള മറ്റു ക്ലാസ്സുകളും ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൃത്യമായി കാണുക, സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.